പരിപ്പ് കൊണ്ട് പരിപ്പ് വട ഉണ്ടാക്കണ പോലെ ചക്കച്ചുള കൊണ്ട് നമുക്ക് ചക്കവട ഉണ്ടാക്കാം. അത് ചക്കമടൽ നമുക്ക് ബജി ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് പരിപ്പ് എടുക്കുക. ഈ പരിപ്പ് മിക്സിയിൽ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ചക്കച്ചുളയും അതേപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുക. ഈ ചേരുവകളും ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കുക. ഇതാണ് ചക്കച്ചുള കൊണ്ട് ഉണ്ടാക്കിയ ചക്കവട, മറ്റേത് ബജി. എല്ലതും അതിൻ്റെ പരുവത്തിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഇതിനെ കൂട്ടി മയക്കിയെടുക്കാം. ചക്കച്ചുള അധികം മിക്സിയിൽ കറക്കരുത്, വെള്ളം ഇറത്തിരിക്കും. ലൂസ് തോന്നുകയാണെങ്കിൽ ലേശം അരിപ്പൊടി ഇടാം. ഇപ്പോൾ ചീഞ്ചട്ടി വെച്ചു. ഇനി ഇത് പാകത്തിനുള്ള ഉരുളകളാക്കുക. കയ്യിൻ്റെ അടിയിൽ വെച്ച് അമർത്തുക. അപ്പം നടുക്ക് കുറച്ച് പൊന്തി നിൽക്കും, അരിഭാഗം കുറച്ച് പരന്ന് നിൽക്കും. ഒരുവിധം മൊരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്കിത് കോരി എടുക്കാറായിട്ടുണ്ട്. പണ്ട് കാലത്ത് ചക്കമടൽ, ചക്കക്കുരൊക്കെ കൂടി കൂട്ടാൻ വയ്ക്കുന്നല്ലാണ്ട് ഈ വക പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ചക്ക കൊണ്ട് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ചക്കച്ചുള കൊണ്ട് ഉണ്ടാക്കിയ ചക്കവട. തീ കുറച്ചിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ. ലാസ്റ്റ് തീ കൂട്ടുക. ഇത് കണ്ടപ്പോൾ നല്ല മുരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ചക്കമടൽ കൊണ്ട് ഉണ്ടാക്കിയ ബജി. ഇത് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കണം കേട്ടോ ബജി. ചക്ക ഉണ്ടെങ്കിൽ ചക്കക്കുരുവിൻ്റെ പോളയും കരിമുള്ളും മാത്രം കളഞ്ഞാൽ മതി.